അന്നൊരു ദിവസം വരുൺ എന്നോട് പറഞ്ഞില്ലേ ഞാൻ ശരിക്കും ശ്യാമ മാഡത്തിന്റെ മോള് തന്നെയാണെന്ന്? അതെന്താ അങ്ങനെ പറയാൻ കാരണം? ഞാൻ അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു എനിക്ക് ഉറപ്പല്ലേ. എന്താ അങ്ങനെ പറഞ്ഞെന്ന് പറ. എല്ലാവരും സാമ്പത്തികത്തെ കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ. അല്ല അന്ന് വരുൺ സംസാരിച്ചു തുടങ്ങിയപ്പോ ഞാൻ നിർത്താൻ പറഞ്ഞതാ. അതുകൊണ്ടാ വരുൺ നിർത്തിയത്. വേറെ ആരെങ്കിലും പറഞ്ഞിട്ടാണോ, എന്തെങ്കിലും സംശയം തോന്നിയിട്ടാണോ? എടോ, നല്ല രാത്രിയായി, താൻ കിടന്ന് ഉറങ്ങാൻ നോക്ക്. എനിക്ക് ഉറങ്ങാനൊന്നും പറ്റുന്നില്ല വരുൺ. പക്ഷേ എനിക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റും. എന്നെ കൊണ്ടേ കുഴി ചടിച്ചിട്ട് പോത്തുപോലെ കിടന്നുറങ്ങാനാണോ? ഞാൻ എന്ത് കുഴി ചടിച്ചെന്ന് പറയുന്നേ? എന്താ ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെയല്ലേ ഇരിക്കുന്നത്? ഒരു ബന്ധമില്ലാത്ത രണ്ടുപേരും ഇങ്ങനെ ഒരുപോലെ ഇരിക്കൂ? ഒരാളെ പോലെ 7 പേര് ലോകത്തുണ്ടെന്നല്ലേ പറയാറ്. എന്നിട്ട് വരുണിനെ പോലത്തെ 7 പേരെ വരുൺ കണ്ടിട്ടുണ്ടോ? അവരൊക്കെ എവിടെ താമസിക്കുന്നത്? എനിക്ക് പോയൊന്ന് കാണാനാ. ഒരു പഴഞ്ചൊല്ലും പറഞ്ഞോണ്ട് വന്നോളൂ. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോ എന്റെ കൂട്ടിന് നിൽക്കണ്ടേ? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാ എങ്ങനെ കൂട്ടിന് നിൽക്കുന്നേ? കഷ്ടമുണ്ട് കേട്ടോ. എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കേ. ചുറ്റും നിൽക്കുന്ന എല്ലാരും പറയും. ഒന്ന് സമ്മതിച്ചാലത്തെ ഏട്ടത്തി പോലും പറഞ്ഞു ഞാനും ശ്യാമ മേഡം ഏകദേശം ഒരുപോലെയാണെന്ന്. അത് സത്യമല്ലേ? പിന്നെ തമ്മിൽ മുഖാമുഖം നോക്കി കണ്ടതല്ലേ? അല്ല, ശ്യാമ മേഡത്തിന്റെ മോഡലാന്ന് താനല്ലേ പറഞ്ഞത്? പിന്നെ തന്നെ ഇപ്പൊ എങ്ങനെയാ സംശയം? അതൊക്കെ ഞാൻ പറഞ്ഞു. എന്നാലും ഇതിനൊക്കെ ഒരു ഉത്തരം വേണ്ടേ? ഒരു കാര്യം ചെയ്യേ, താൻ ആലോചിച്ചിരുന്നൊരു ഉത്തരം കണ്ടുപിടിക്കേ. എനിക്ക് ഉറക്കം വന്നിട്ട് കണ്ണടയ. ഉറങ്ങ ഞാൻ സമ്മതിക്കില്ല. ഉത്തരം അറിയില്ലെങ്കിലും വെറുതെ ആലോചിക്കാനെങ്കിലും കൂടി ഇരുന്നൂടെ? തനിക്കെന്താ വട്ടുണ്ടോ? എടോ, ശ്യാമ മേഡം വേറെ എവിടെ കിടന്ന ഒരു സ്ത്രീയാ. അവർക്ക് മോളുമില്ല, താൻ അവരുടെ അമ്മയല്ല. ഇത് കേൾക്കുമ്പോഴാ എനിക്ക് ഇത് ആരാദ്യം പറഞ്ഞു തുടങ്ങിയത്? വരണല്ലേ? വെറുതെ മനുഷ്യന്റെ മനസ്സിൽ ഓരോന്ന് തള്ളിക്കൊണ്ട് വന്നിട്ട് ഉറക്കം വരുന്നത്ര. ഞാനിപ്പോ എന്താ വേണ്ടത്? താൻ ഈ പറഞ്ഞ മണ്ടത്തരം അന്വേഷിക്കാൻ എവിടെയെങ്കിലും പോണോ? അല്ലെങ്കിൽ വേണ്ട, ഈ പാതിരാത്രി ശ്യാമാവടത്തിന്റെ അടുത്തേക്ക് ചെല്ലാം. ഇപ്പൊ നല്ല പരിചയമാണല്ലോ. എന്നിട്ട് നേരിട്ട് അമ്മയാണെന്ന് ചോദിക്കാം. എന്തൊക്കെയാ വരുൺ ഈ പറയുന്നേ? അതെ, എനിക്കറിയാവുന്ന പ്രാക്ടിക്കൽ സൊല്യൂഷൻ ഒക്കെ അതാ. വേണ്ട, കിടന്നോ. ഒറ്റയ്ക്ക് കിടന്നിറങ്ങുമ്പോ നല്ല സുഖമുണ്ടല്ലോ. ഒന്നും അന്വേഷിക്കണ്ട, കിടന്നോ. താങ്ക് യു. അപ്പൊ ഗുഡ് നൈറ്റ്. മറ്റുള്ളവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ശ്യാമ മേഡം തന്റെ അമ്മയാണെന്നുള്ള കാര്യം തന്റെ മനസ്സിലാക്കിയേ പറ്റൂ. അതിനുവേണ്ടിയാണ് ആ പാവം വെയിറ്റ് ചെയ്യുന്നത്. സാറേ, ഞാനും എന്റെ മോളും ഒരു വാക്ക് പറഞ്ഞ അത് കൃത്യമായിട്ടും പാലിച്ചിരിക്കും. അതിനൊരു വഴിയില്ലെങ്കിലേ വേറൊരു വഴിയാ സാറേ ഇത്. അവളെ ഇപ്പൊ സിനിമാ നടിയാ. ഇതേ സിനിമയിൽ അഭിനയിക്കാൻ കിട്ടിയ കാശ. ഇനി സാറിന് കേസ് മുന്നോട്ട് കൊണ്ടുപോകാലോ? കേസ് ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തല്ലോ. ഇനിയിപ്പോ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 2 ലക്ഷ്യങ്ങളാണ്. ഒന്ന്, വരുണിന്റെ ജീവിതത്തിൽ നിന്നും രാധിക എന്നേക്കായിട്ട് ഒഴിഞ്ഞു പോണം. അത് പോണം സാറേ. 2, വരുൺ പ്രിയങ്കയെ ഭാര്യയായി അംഗീകരിക്കണം. അതും വേണം സാറേ. കേസിന്റെ വകുപ്പുകൾ അനുസരിച്ച് രാധികയുമായി ഒന്നിച്ച് ജീവിക്കാൻ വരുണിന് അർഹതയുണ്ടാവില്ല. നിർബന്ധമായി വരുൺ പ്രിയങ്കയെ സ്വീകരിക്കുകയും വേണം. പക്ഷെ അവര് തമ്മിലുള്ള ജീവിതം അത് 2 പേരുടെയും മാനസികമായ കാര്യമാണ്. അതിലിടപെടാൻ എനിക്ക് പറ്റില്ല. അയ്യോ വേണ്ട സാറേ. സാർ ഈ പറഞ്ഞ 2 കാര്യങ്ങളും എനിക്കൊന്ന് നടത്തി തന്നാ മാത്രം മതി. അവരെ ഒന്നിച്ച് ജീവിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. കുറച്ച് ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മുഖം തിരിഞ്ഞിരിക്കും. പിന്നെ ജീവിതമല്ലേ സാറേ, ഒന്നിച്ച് അങ്ങോട്ടങ്ങ് തുഴഞ്ഞോളൂ. ആദ്യം വന്ന നിമിഷം മുതൽ ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. മറ്റാർക്കും ഇല്ലാത്ത ആത്മവിശ്വാസമാണ് നിങ്ങൾക്കുള്ളത്. സാറേ, സുകുമാരി ജീവിതം ഒരുപാട് കണ്ടതാ. ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചിറങ്ങിയ
അതെങ്ങനെ നടത്തിയെടുക്കണമെന്ന് സുകുമാരിക്ക് നന്നായിട്ട് അറിയാം. കേസിന് എന്തെങ്കിലും വിശദാംശങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിപ്പിക്കാം. ഓ അപ്പൊ വന്നാ മതി. ഇപ്പൊ വെക്കോളൂ. സാറേ, ഇതിപ്പോ സാറിനെ മാത്രം വിശ്വസിച്ചിട്ട് സുകുമാരി ഇറങ്ങാം. ഈ കേസിൽ മറിച്ചൊരു വിധി ഉണ്ടാവാൻ പാടില്ല. ഉണ്ടാവില്ല, അക്കാര്യത്തിൽ ഞാൻ ഉറപ്പു വരുന്നു. മതി സാറേ. എന്നാലേ സുകുമാരി ഇറങ്ങുകയാണേ. ഓ ആയിക്കോട്ടെ. ഓ എന്താ മോളെ, എന്തൊക്കെയോ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞല്ലേ പോയത്? പിന്നെന്താ പെട്ടെന്ന് തിരിച്ചു പോന്നേ? അതിനേക്കാൾ ഗൗരവമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്താ മോളെ? ആ സുകുമാരിയമ്മ വീണ്ടും അഡ്വക്കേറ്റിനെ കാണാൻ പോയിരുന്നു. എന്റെ ഒരു അസിസ്റ്റന്റാ വിവരം പറഞ്ഞത്. കണിമംഗലത്തെ സ്വർണ്ണം എടുക്കുന്നത് രാധിക വഴി നമ്മൾ മുടക്കിയിരുന്നെങ്കിലും പണം അവര് വേറെ എവിടുന്നോ കണ്ടെത്തിയിട്ടുണ്ട്. മോളെ, കേസ് സ്ട്രോങ് ആവും. വരുണിനും രാധികയ്ക്കും എതിരെ കുറ്റങ്ങൾ ഒരുപാട് ചാർത്തുകയും ചെയ്യും. മോളെ കുഴപ്പാവോ? കുഴപ്പാവാൻ പാടില്ലല്ലോ. ഈ കേസ് എങ്ങനെങ്കിലും നമുക്ക് ജയിച്ചേ പറ്റൂ. രാധികയുടെ ജീവിതല്ലേ. കോടതിയുടെ കാര്യങ്ങൾ മോൾക്ക് മാത്രമേ അറിയൂ. പേടിക്കാൻ മാത്രം ഒന്നുമില്ലല്ലോ അല്ലേ? ചെറിയമേ, ഞങ്ങൾ ഈ കേസുകൾ കൈകാര്യം ചെയ്യുമ്പോ ജയം മാത്രമല്ല തോൽവിയും മുന്നിൽ കാണും. അങ്ങനെ വേണമെന്ന അതിന്റെ രീതി. പക്ഷെ ഇവിടെ ഞാൻ കേസ് വാദിക്കുന്നത് എന്റെ അനുജത്തിക്ക് വേണ്ടിയിട്ടാ, എന്റെ ചെറിയമ്മയ്ക്ക് വേണ്ടിയിട്ടാ. അതിൽ ഞാൻ തോറ്റുപോയ ഇത്രയും കാലം കൊണ്ട് ഞാനുണ്ടാക്കിയ പേരും അനുഭവങ്ങളും ഒക്കെ ഒരു പ്രയോജനം ഇല്ലാത്തതാവും. മോളെ എന്റെ കൂടെ ഒന്ന് വാ.